നമസ്കാരം. 2025 ആദ്യ ഗജകേസരി യോഗം രൂപം കൊള്ളാൻ പോവുകയാണ്. ഇനി ഈ വർഷം ഇതിലും വലിയൊരു യോഗം വന്നു ചേരാനില്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ഭാഗ്യമാണ് 3 രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത്. ആ 3 രാശികൾ എന്ന് പറയുന്നത് ഇടവം, ധനു, കുംഭം. ഈ പറഞ്ഞിരിക്കുന്ന 3 രാശികളിലായി ജനിച്ച 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ കഷ്ടനഷ്ട ദുരിതങ്ങൾ ഒക്കെ മാറാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ദുഃഖങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. അത്രയ്ക്കൊരു ഭാഗ്യ നിമിഷമാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമ്പത്തിക കടബാധ്യതകളും ഒക്കെ തീരാൻ പോകുന്നു. എന്തുകൊണ്ടും വലിയ ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന രീതിയിലാണ് ഈ ഗജകേസരി യോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ കൊണ്ട് നൽകുന്നത്. ഈ വർഷത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ 3 രാശിയിൽ ജനിച്ചിരിക്കുന്ന 9 നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അത് ഏറ്റവും വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ജന്മരാശിയിൽ പ്രതിഫലനം ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾക്ക് അത്രയേറെ മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. കുറച്ചു കാലമായി ഈ 3 രാശികളിലായി ജനിച്ച 9 നക്ഷത്രക്കാരുടെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞതും ബുദ്ധിമുട്ടിലൂടെയുമായിരുന്നു. പല രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ അലട്ടിയിരുന്നു. കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷമില്ലാത്ത സാഹചര്യങ്ങൾ, അതൊക്കെ ഈ ഒരു ഗജകേസരി യോഗത്തോടു കൂടി മാറാൻ പോവുകയാണ്. ജീവിതത്തിൽ സന്തോഷ നിമിഷവും സാമ്പത്തികപരമായ നേട്ടവും തൊഴിൽപരമായ ഉയർച്ചയും കുടുംബത്തിൽ സന്തോഷ നിമിഷങ്ങളും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു ഭാഗ്യം ഈ ഗജകേസരി യോഗത്തോടെ നിങ്ങളുടെ രാശിയിൽ, അതായത് നിങ്ങളുടെ ജന്മരാശിയിൽ പ്രതിഫലിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം വലിയ ഒരു അനുകൂലമായ രീതിയിലായിരിക്കും. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 9 ഈ വർഷത്തെ ആദ്യത്തെ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. രാത്രി 8:46 ചന്ദ്രൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കും. വ്യാഴം ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ചന്ദ്രനും വ്യാഴവും ഈ സമയം സംയോജിക്കും. ഇത് 12 രാശികളിൽ ജനിച്ചവർക്കും ബാധകമാകുമെങ്കിലും 3 രാശികളിൽ ജനിച്ചവരുടെ ജന്മരാശിയായ ഇടവം, ധനു, കുംഭം, ഈ 3 രാശികളിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. ഇത് ഈ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വഴി ഒരുക്കുകയും ചെയ്യും. ഗജകേസരി യോഗത്താൽ ആദ്യം ഭാഗ്യം ലഭിക്കുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരമാദ്യ 2 പാദം. ഇടവൻ രാശിക്കാർക്ക് അവരുടെ ലഗ്നഭാവത്തിലാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. അത്തരം സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും വിജയം കരസ്ഥമാക്കുന്നതിന് അവർക്ക് സാധിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. മുടങ്ങിക്കിടന്ന ജോലികളെല്ലാം തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും. കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടെ ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതിനാൽ നേരിട്ടിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സാധിക്കും. വെല്ലുവിളികളെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനും ജീവിതത്തിൽ ജീവിത വിജയം കൈവരിക്കാനും ഇവർക്ക് സാധിക്കും. ഇടവൻ രാശിക്കാർക്ക് ധനലാഭം നേടുന്നതിന് സഹായിക്കുന്ന ഒരു യോഗം കൂടിയാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാം വിട്ടൊഴിയാൻ പോകുന്നു. ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് പല ബുദ്ധിമുട്ടുകളും നേരിട്ടിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു. തൊഴിലില്ലാതെ വലഞ്ഞവർക്ക് പുതിയൊരു തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു യോഗം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും നിങ്ങളുടെ ലഗ്നഭാവത്തിൽ ഈ ഒരു യോഗം വന്നു ചേരുന്നതിനാൽ വളരെ അധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. സാമ്പത്തിക നേട്ടവും തൊഴിൽപരമായിട്ടും ഒക്കെ നിങ്ങൾ ഉന്നതിയിൽ എത്തുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്ക് ഭാഗ്യമായിട്ടാണ് ഈ യോഗം നിങ്ങളുടെ ജന്മരാശിയിൽ ഉദിച്ചു നിൽക്കുന്നത്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ പാദം. ധനുരാശിക്കാർക്ക് ഗജകേസരി യോഗം അവരുടെ 6ാം ഭാവത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഫലമായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വത്തുവകകൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. തൊഴിൽപരമായി ആഗ്രഹിക്കുന്നത് പോലെയുള്ള നേട്ടങ്ങൾ എത്തിച്ചേരും. മാത്രമല്ല ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാരണം കുറെ കാലങ്ങളായി ഈ രാശിയിൽ ജനിച്ചവർക്ക് ബിസിനസ് പരമായി വലിയ നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന രീതിയിലാണ് നിങ്ങളുടെ 6ാം ഭാവത്തിൽ ഈ ഒരു ഗജകേസരി യോഗം രൂപപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഇത് വലിയ ഒരു നേട്ടം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് വഴിയൊരുക്കും. ബിസിനസ് പരമായിട്ട്, അതായത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതുവരെ അനുഭവിച്ച നഷ്ടങ്ങളൊക്കെ മാറി വലിയ നിലയിൽ നിങ്ങളുടെ ബിസിനസ് പുരോഗതി കൈവരിക്കുന്നതിന് വഴിയൊരുക്കും. എന്തുകൊണ്ടും ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായ ഒരു സമയം തന്നെയാണ്. എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ കടബാധ്യതകളും വായ്പകളും ഒക്കെ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നതാണ്.
ആരോഗ്യം മികച്ച രീതിയിലായിരിക്കും. പല രീതിയിൽ നിങ്ങൾ ബുദ്ധിമുട്ടി വന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, നിങ്ങളെ ശാരീരികമായി അലട്ടിയിരുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു. നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ ഗജകേസരി യോഗത്തിന്റെ ഭാഗ്യത്താൽ വന്നു ചേരുന്നതാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുമെന്നുള്ളതിൽ 100% ഉറപ്പിച്ച് പറയാനും സാധിക്കും. അടുത്തത് കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരുരുട്ടാതി ആദ്യ 3 പാദം. ഗജകേസരി യോഗം ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന രാശികളിൽ ഒന്നാണ് കുംഭൻ രാശി. പലപ്പോഴും ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങളെ തേടി എത്തിയിട്ടും കൈയൊഴിയുന്ന അവസ്ഥയായിരുന്നു. അതൊക്കെ മാറാൻ പോവുകയാണ്. ഈ ഒരു ഗജകേസരി യോഗം രൂപപ്പെട്ടതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാവും. കൂടാതെ നിങ്ങളുടെ കഠിന അധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഏത് ജോലിയിലും നിങ്ങൾ തിളങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അതുമൂലം ജീവിതത്തിൽ വലിയൊരു സന്തോഷ നിമിഷങ്ങൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ ചെയ്യുന്നവരിൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭിമാന മുഹൂർത്തങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ ഉയർച്ച, ശമ്പള വർധനവ് തുടങ്ങിയവ നിങ്ങളെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടും കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു ഗജകേസരി യോഗം മൂലം രൂപപ്പെട്ടിരിക്കുകയാണ്.